എന്താണ് ഓക്കെ, അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അടിയുടെ പൊങ്കാല എന്നാണ്. അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അത് സിനിമ കാണുമ്പോൾ ക്ലീൻ കട്ടായി മനസ്സിലാവും. പിന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്ര ഫൈറ്റ് ഒരു പടത്തിൽ ചെയ്യുന്നത്. എത്രത്തോളം ഹെക്ടിക് ആയിരുന്നു, എങ്ങനെയുണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ചെയ്തത് ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ ഡബിങ്ങിന്റെ സമയത്ത് ബാബുചേട്ടൻ പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞപ്പോ ഓക്കെ കുറച്ച് പണിയെടുത്തിട്ടുണ്ട് എന്ന് തോന്നി. കുറെ മുക്കിലും മുകളിലും ഉണ്ടായിരുന്നു. അത് രണ്ടാമത്തെ ദിവസം ഡബ് ചെയ്ത്, തലേ ദിവസം ഡയലോഗ്സ് ഡബ് ചെയ്ത്, കാരണം അത്ര ഉണ്ടായിരുന്നു ഇടിയും അതൊക്കെ. അപ്പൊ അത് മാറ്റി വെച്ചിട്ട് അടുത്ത ദിവസം ചെയ്ത്. അപ്പോൾ അത് കണ്ടപ്പറ്റി ഈ പറഞ്ഞ പോലെ ഓക്കെ എന്തൊക്കെയോ കുറെ ഓടിച്ചാടിയിട്ടുണ്ടെന്ന് തോന്നി. യെസ്, ബാബുട്ട ഇപ്പം ഒരു ഡെക്കേഡിന് മുന്നേ നിങ്ങളുടെ ഈ ഒരു കോംബോ, നിങ്ങൾ രണ്ടുപേരുള്ള ഒരു കോമ്പിനേഷൻ അന്നത്തെ യങ്സ്റ്റേഴ്സും പുതിയ ആളുകളെല്ലാം ഏറ്റെടുത്തൊരു കോംബാണ്. അപ്പൊ 10 വർഷത്തിനോളം ശേഷമാണ് വീണ്ടും ഒരു സിനിമയിൽ വരുന്നത്. അപ്പം ഇപ്പം ഒരുമിച്ച് അഭിനയിക്കുമ്പോ എങ്ങനെയുണ്ട്? ബാസി ഇപ്പം കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയി കാണുമല്ലോ, ആക്ടിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഇപ്പം? അണീബിയാണ് പറഞ്ഞു തന്നതെങ്കിൽ അണീബി എന്ന് പറഞ്ഞാല് ബാസിയുടെ ഒക്കെ തുടക്കമാണ്. അത് ഒരിക്കലും ഇനി നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞു പോയി. കാരണം അതൊരു സുഹൃത്ത് ബന്ധത്തിന്റെ കഥയായിരുന്നു. എപ്പോഴും ഞങ്ങൾ നേരത്തെ പറയാതായിരുന്നു, സുഹൃത്ത് ബന്ധത്തിന്റെ കഥ പറയുന്നിടത്ത് എല്ലാ ഭാഷയിലും എല്ലായിടത്തും അത് ഏറ്റെടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇവിടെ നമ്മൾ പൊങ്കാലയിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഇതിന്റെ ടാഗ് ലൈൻ തന്നെയാണ്, ഇതൊരു ചതിയുടെ പൊങ്കാല ആണ്. ആ ഒരു വ്യത്യാസം. സൗഹൃദം തന്നെയാണ് എൻ്റെ ബേസ്, പക്ഷെ അതിനകത്തുള്ള ഒരു പകയുടെ ഇതൊക്കെ അതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധങ്ങൾ ഈ പറയുന്ന പോലെ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരിക എന്നുള്ളതാണ്. അപ്പോൾ ബാസി പയ്യനായിരുന്നു, ഇപ്പൊ ബാസി കുറച്ച് മെച്ചോർഡായി. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. പ്രൊഡ്യൂസേഴ്സിന് ടീമിന് ഉള്ള കോൺഫിഡൻസ് അതിനെപ്പറ്റി കേട്ടാ കൊള്ളായിരുന്നു. എന്നോടാണോ? പ്രൊഡ്യൂസേഴ്സിനല്ലേ? ഇതുവരെയും ടെൻഷനിലാണ് നിൽക്കുന്നത്. 30-ാം തീയതി കഴിയുമ്പോൾ നമ്മൾ എല്ലാ കോൺഫിഡൻറ്റും നമ്മൾ പറയാം. പക്ഷെ എന്തായാലും പടത്തിനെ പറ്റി ഒരു സക്സസ് ആണ്. എന്തായാലും എല്ലാവരും ഒരുവിധം ഉള്ള എല്ലാ ആൾക്കാരും പറയുന്നത് വമ്പൻ ഹിറ്റടിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ചാനലുകാരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ എടുത്തു പറയുന്നുള്ളത്, ഹന്നാൻ ഷയെ പറ്റി എടുത്തു പറയുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിംഗ് ആ ഒരു പാട്ട് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹന്നാൻ ഷാ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയും പുള്ളിയുടെ സപ്പോർട്ടും അതിനൊക്കെ രഞ്ജിൻ്റെ അതിൻ്റെ കാര്യമായാലും എല്ലാം നമ്മളെ ഇതിലുള്ള എല്ലാ ക്രൂവിനോടും ഞാൻ എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. എല്ലാവരും അത് നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മഞ്ജുവിൻ്റെ അടുത്തായാലും പിന്നെ സഹാന്റെ അടുത്തായാലും നമ്മളെ ബിനുവിൻ്റെ അടുത്തായാലും ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു. നമ്മളെ കൂടെ ഉണ്ടവര്. ഓക്കെ, ബൈ. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്ന എല്ലാവർക്കും വെരി താങ്ക്സ്. എൻ്റെ മലയാളം ഇച്ചിരി ഇതാട്ടോ, ഞാൻ ഛത്തീസ്ഗഡ് ആയിരുന്നു ലാസ്റ്റ് 10 years ആയിട്ടുള്ളൂ നാട്ടിൽ ഷിഫ്റ്റ് ആയിട്ട്. അതുകൊണ്ട് സോറി മലയാളത്തിൽ നിന്ന് തെറ്റിപ്പോയ. ഫസ്റ്റ് ആക്ച്വലി ഞാൻ ഈ സിനിമയ്ക്ക് വരുന്നത് മറ്റേ ജിത്തേട്ടൻ ആക്ച്വലി ഒരു നമ്മുടെ ബിജിൽ ചേട്ടനെ പറ്റി സ്റ്റോറിനെ പറ്റി പറഞ്ഞു. ഇൻസ്പയർഡ് ബൈ ഞാൻ ട്രൂ സ്റ്റോറി. അപ്പം ഓൾവേസ് ഒരു സ്റ്റോറിക്ക് എപ്പോഴും ആ ഒരു സത്യസന്ധന അത് എപ്പോഴും കാണും. അപ്പം ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ ഫുൾ ടീമോടെ, ഈവൻ ബസൂറോ ബാബുചേട്ടനെല്ലാം ഫുൾ ടീം. പിന്നെ നമുക്ക് നമ്മളെ പടം എടുക്കാൻ വേണ്ടി ധൈര്യം കാണിച്ച ഡിസ്ട്രിബ്യൂഷൻ ആയാലും നമുക്ക് വളരെ താങ്ക്സ് ഉണ്ട്. ഗ്രീസ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും പിന്നെ ഈ പടം ഇതുവരെ എത്താൻ തന്നെ കാരണം
വാഴൂർ ജോസേട്ടനാണ് എന്നെ വിനിലിനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പടം ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞത് അതിന് ഞാൻ ബിഗ് താങ്ക്സ് വാഴൂർ ജോസേട്ടൻ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ പടം ഇവിടെ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് ഫ്രം ബാസിയുടെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ട് എന്തായിരുന്നു അതൊന്നും അറിയാനൊരു ആഗ്രഹം. ഞാൻ വൈപ്പിൽ നിന്നാണ്. അപ്പോൾ അപ്പൊ പ്രത്യേകിച്ചൊന്നും വേണ്ട. അങ്ങനല്ല, എനിക്ക് സ്ലാങ്ങിന്റെ പരിപാടി ഓക്കെ ആയിരുന്നു എന്നാണ്. കാരണം ഇത് കേട്ടുള്ള കഥയാണ്. അപ്പോൾ മുനമ്പത്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പറഞ്ഞ ഫിസിക്കൽ ആസ്പെക്ട് അതിന്റെ കുറച്ചുണ്ടായിരുന്നു, കുറച്ച് ഓട്ടം ചാട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പറയുന്നുണ്ട് ആക്ഷൻ ത്രില്ലർ മീൻസ് കോമഡി ഇതെല്ലാം കൂടെ ഉള്ള ഒരു മിക്സ്ഡ് ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം എല്ലാം കൂടെ ചേർന്നൊരു കഥാപാത്രം വരുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു എഫേർട്ടും വ്യത്യാസം ഉണ്ടാവും. ഇതില് ഐ ഡോണ്ട് തിങ്ക് ഐ എം വെരി ഫണി. ഈ പടത്തില് ഇതില് അത്യാവശ്യം സീരിയസ് ക്യാരക്ടറാണ് എൻ്റെ. ഈ ഫിസിക്കൽ പരിപാടിയായിരുന്നു കൂടുതലും. ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, ഇല്ല ചിരിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനത്തെ എന്താ പറയാ, എനിക്കോട് വേറെ ക്യാരക്ടേഴ്സിനാണ് അങ്ങനത്തെ വേറെ കളേഴ്സ് ഒക്കെ ഉള്ളത്. എനിക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫിസിക്കൽ, വെരി മിനിമം ഡയലോഗ്സ്, അങ്ങനത്തെ പരിപാടിയാണ്. നമസ്കാരം. ബസി പണ്ട് ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പയ്യൻ റാൻഡായിട്ട് ഒരു മാളിൽ വെച്ച് കണ്ടപ്പോൾ ബാസിയോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ സിഗരറ്റ് വലിക്കും, ബാസി സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ട്. അപ്പൊ ബാസി പറഞ്ഞു, അത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, ഞങ്ങൾ ഒരിക്കലും അത് എമുലേറ്റ് ചെയ്യരുത്, അതെടുത്തിട്ട് എന്നുള്ളത്. അപ്പം ഇപ്പൊ എല്ലാ കാലത്തും ബാസി വൺസ് ഫിലിം ജേർണി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം യൂത്തിന്റെ വല്ലാത്തൊരു ഇഷ്ടവും അഡ്മിറേഷനും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യുന്ന നേരത്ത് എത്രമാത്രം റെസ്പോൺസിബിൾ ആണ്? സിനിമ ഉണ്ടാ, ആൾക്കാർ സിനിമ ഉണ്ടാ പോരെ. അതിന്റെ അപ്പുറത്തേക്ക് അതിൽ കൂടുതൽ വിവരമൊക്കെ മലയാളിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടല്ല ആൾക്കാർ എന്തെങ്കിലും ചെയ്യണത്. എനിക്കാണ് ലൈഫ് റിഫ്ലെക്സ് ആർട്ട്, ആർട്ട് റിഫ്ലെക്സ് ലൈഫ്. അതൊരു എന്താ പറയുക, ഒരു പ്രൊജക്ഷനാണ്. നമ്മുടെ മനസ്സിലുള്ളൊരു സാധനം അതൊരു എന്താ പറയുക, അതൊരു എക്സ്പ്രഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിന് വട്ടായിരിക്കണം ആൾക്കാർ. സോ സിനിമയാണ് അതിനുള്ള ഒരു, ഇപ്പം ബിനിലൊരു ആർട്ടിസ്റ്റാണ്. ബിനിലിന് ഇഷ്ടമുള്ള പാഠം അവൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകായിരുന്നു. അപ്പൊ ആ ഒരു എന്താ പറയാ, ഫ്രീഡം എല്ലാവർക്കും വേണ്ട, എല്ലാ ആർട്ടിലും. അയ്യോ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെങ്കിലും ഇതാരെല്ലാം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലാന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ അത് ആർട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർട്ടിന് അതിൻ്റെതായ ഫ്രീഡം. സിനിമ അങ്ങനത്തെ ഒരു മീഡിയ ആണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഐ ഡോണ്ട് ഹാവ് എനി ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൾക്കാരെ പഠിപ്പിക്കാനോ തിരുത്താനോ മാറ്റാനോ. നമ്മൾ പൊളിറ്റിക്കലാണ് നമ്മളെല്ലാവരും. നമ്മൾ സിനിമ ചെയ്യണം, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഐ ഡോണ്ട് തിങ്ക് സോഷ്യൽ എന്താ പറയുക ഭയങ്കര പരിപാടികളൊന്നും അങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ഇതൊരു സിനിമ മാത്രമാണ്. 11 ഫൈറ്റ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പം ഫൈറ്റ് കൊറിയോഗ്രഫിയിൽ എത്രമാത്രം ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ, ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം വിക്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വിക്രത്തിനകത്ത് ഓരോ ഫൈറ്റ് സീക്വൻസിനും അവിടെ ഉപയോഗിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു ഫൈറ്റിനകത്ത് ശബ്ദം ഉണ്ടാവാൻ പാടില്ല, സോ ദാറ്റ് അവർ ലാപ്ടോപ്പ് പേപ്പർ വെയിറ്റ് ഒക്കെ ആ രീതിയിൽ ഉപയോഗിച്ചു. ഒരു സ്ഥലത്ത് ഹാൻഡ്സ് ഉപയോഗിക്കാൻ പാടില്ല, ഫുൾ ഗൺസ് ഉപയോഗിക്കണം. അതിന് അങ്ങനെ അത്ര ടെക്നിക്കൽ അല്ല അറിയാം. നമ്മുടെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റും ബഡ്ജറ്റിൻ്റെതായ നോ നോട്ട് റിയലി. പ്ലേസ്മെന്റിന് വേണ്ടി പറഞ്ഞു. എനിക്ക് മനസ്സിലായി, ആളുകൾ ചോദിച്ചാൽ മനസ്സിലായി. ഈ എന്താ പറയാ ഗാഡ്ജറ്റ്സും അങ്ങനത്തെ ഫൈറ്റ് സീക്വൻസിൽ എന്തെങ്കിലും പുതുതായിട്ടുള്ള പരിപാടി. ഇത് ഭയങ്കര റോ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ രാജശേഖർ സാർ വന്നുകൊണ്ട് ഇറ്റ്സ് വെരി എന്താ പറയാ, ഡെയിലി നമ്മൾ കാണുന്നത് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ്. പിന്നെ ഇറ്റ് ഈസ് എക്സാജറേറ്റഡ്, ഒരു സൂപ്പർലേറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് പരിപാടി പോണ മൊത്തം. കാരണം സിനിമയാണ്, സിനിമാറ്റിക് ആണ് പടം. ആൻഡ് ബിക്കോസ് ഇറ്റ് ഇസ് ബേസ്ഡ് ഔട്ട് ഓഫ് എ ട്രൂ സ്റ്റോറി. ഇപ്പൊ ഈ ട്രൂ ലൈഫ് ഗാങ്സ്റ്റേഴ്സിനെ പറ്റിയുള്ള അറിവോ വായനയോ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ ഒരാളെ ഇമാജിൻ ചെയ്യാൻ, മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല അറിയാ, അങ്ങനെ ഭയങ്കര എനിക്ക് അങ്ങനത്തെ ആൾക്കാരൊന്നും പരിചയമില്ല. Gandhi was a gangster. Gandhi was a gangster, if you say, you know.
എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പുള്ള് ചെയ്യാൻ പറ്റിയ പേഴ്സണാലിറ്റീസ് അങ്ങനത്തെ കഥയല്ല ഇത് കംപ്ലീറ്റ്ലി വിനിലിന്റെ തലയിലുണ്ടായ കഥാപാത്രവും ഹിസ് എക്സ്പ്രഷൻ. ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കഥാപാത്രം, എൻ്റെ നാട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു കഥ നമ്മുടെ തമ്മിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് നമ്മൾ പടം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് വേറെ ഒരു എന്താ പറയുക വേറെ പേഴ്സണാലിറ്റി ഒന്നും അങ്ങനെ പുള്ളിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫുൾ യുനോ എനിക്ക് ഡാവിൻ്റെ ഫോട്ടോ വരെ ഉണ്ടായിരുന്നു അല്ലേ. സോ ഗുഡ്. അയാളിൽ നിന്ന് തന്നെയായിരുന്നു ഇൻസ്പിറേഷൻ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ. സോ ഈ പുറത്തൊക്കെ മലയാളത്തിന് പുറത്ത് തമിഴിന് പുറത്തൊക്കെ അറ്റ്ലീസ്റ്റ് ഈ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് അവര് കുറേ കൂടി അവരുടെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനനുസരിച്ചിട്ട് പലപ്പോഴും ആക്ടേഴ്സിന് എടുക്കുന്നതും ചൂസ് ചെയ്യുന്നതും ഒക്കെ 6 packs വേണം, അല്ലെങ്കിൽ ഇത്രയും ഒരു വി ഷേപ്പ് ഓഫ് ഒരു അനോട്ടമി വേണം, അങ്ങനെയൊക്കെ രീതിയിൽ. അപ്പൊ ബാസി കുറേ കൂടി ഒരു സാധാരണ ചെറുപ്പക്കാരനായിട്ട് തന്നെ എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. സോ ഈ ഫിസിക്കാലിറ്റി എപ്പോഴെങ്കിലും മാറ്റണമെന്നോ മറിക്കണമെന്നോ ഒരു ഗാങ്സ്റ്ററിനെ പ്ലേ ചെയ്യുമ്പോൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഞാനിപ്പോ ജിമ്മിൽ പോകുന്നുണ്ട്. ഗുഡ്. അല്ല, ഇറ്റ്സ് വെരി എന്താ പറയാ ഫിസിക്കലി ഇത്തിരി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പൊ ഒരു അത്ലീറ്റിനെ പോലെ കുറച്ച് വർക്കൗട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തിരി ക്ഷീണം വരും. 21 ദിവസം ഇടി മാത്രം ഷൂട്ട് ചെയ്ത. അപ്പൊ അവര് ചേട്ടാ ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ ഈ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പൊ വരുന്ന ഇപ്പൊ റേച്ചലും പൊങ്കാലും അതിനൊക്കെ ഈ പറഞ്ഞ ഒരു ചെറിയ ഒരു ആക്രമണ സ്വഭാവം ഉണ്ടല്ലോ ക്യാരക്ടറിന്, ബേസിക് അതിന്റെ ബിഹേവിയറിൽ തന്നെ അതുണ്ടല്ലോ. അപ്പൊ പണ്ടോട്ട് ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിസിക്ക് ആ ക്യാരക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്? നേരത്തെ ബാസിയോട് ചോദിച്ച ചോദ്യത്തിന് വെച്ചാൽ നമ്മള് ഈ പണ്ടൊക്കെ നമ്മുടെ സിനിമകളിൽ ഫൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നില്ല. നമ്മൾ ഭയങ്കര ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയും നമുക്കാകെ 10-14 റിലീസ് സെന്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് 35-36 ആ കാലഘട്ടത്തില് 90കളിൽ. ഇപ്പൊ നമുക്കിവിടെ 100 സെന്റർ ഉണ്ടെങ്കിൽ അവർക്ക് 1000 ആയിരിക്കും. നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്? ഈ തമാശ പടങ്ങൾ കേരളത്തിൽ നിന്ന് ഉണ്ടാകാൻ കാരണം ചെലവ് കുറച്ചെടുക്കാൻ പറ്റുന്ന കാര്യം. തമാശ നല്ല ഡയലോഗ് കൗണ്ടർ ഉണ്ടെങ്കിൽ എല്ലാവരും ചിരിച്ചോളും, പടം ഫുള്ളാവും. പക്ഷെ ഒരു ആക്ഷൻ പടം എടുക്കണമെങ്കിൽ കാശ് ചെലവാക്കണം. മനസ്സിലായില്ലേ? നല്ല കൊറിയോഗ്രാഫർ വേണം, നല്ല ഫൈറ്റേഴ്സ് വേണം, പ്രോപ്പർട്ടി നശിക്കണം. മനസ്സിലായില്ലേ? എത്രയും നാളാണ് പണ്ടൊക്കെ നമ്മൾ ഈ ഫിയറ്റും ഹെറാൾഡ് കാറൊക്കെ വെച്ചായിരുന്നു ഇവിടെ കാറൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവിടെ ബെൻസും അതിലൊക്കെയാണ് ജനം കൊടുത്ത കാശ് മുതലാകണം. നമ്മളിപ്പോ 150 രൂപ എടുത്ത് ഒരു ആക്ഷൻ പടം കാണുമ്പോൾ നമുക്ക് അതിനകത്ത് തോന്നുന്നത് കൊള്ളാം. ഇവിടെ പണ്ട് നമ്മളൊരു ഗ്ലാസ് ബ്രേക്കിങ്ങിന് ഗ്ലാസ് തന്നെ വാങ്ങുന്നത് കഷ്ടമാണ്. മനസ്സിലായില്ലേ? എന്റെയൊക്കെ ഈ കൈയൊക്കെ ഇതായത് ഞാൻ ടാറ്റു അടിക്കാൻ തന്നെ കാര്യം അങ്ങനെയാണ്. കാരണം പ്രൊഡ്യൂസർ അന്ന് 10,000 രൂപ ആണ് ഒരു ഈ ഷോ ഗ്ലാസ്സിനെങ്കിൽ അത് ആർട്ട് ഡയറക്ടർക്ക് കൊടുത്ത് ആർട്ട് ഡയറക്ടർ അത് അടുത്ത ആൾക്ക് കൊടുത്ത് അത് വാങ്ങിച്ചു വരുമ്പോൾ 3000 രൂപ ഗ്ലാസ് ആയിരിക്കും വരുന്നത്. അത് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ പറഞ്ഞാൽ അല്ലാണ്ട് പൊട്ടൂല. അപ്പൊ ആ കാലത്തിൽ നിന്നൊക്കെ മാറിയ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആക്ഷൻ പടങ്ങൾക്ക്. അതിനൊക്കെ ഏറ്റവും വലിയ കാര്യം ഈ ബാസിയുടെ ഒക്കെ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. ഞാനത് എടുത്തു പറയാൻ കാരണം പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ട്, ഞാൻ ചെന്നൈയിൽ ജീവിക്കുന്ന ആളാണ്, പണ്ട് ഞാൻ വിചാരിച്ചിട്ട് നമ്മുടെ പടങ്ങൾക്ക് എന്താണ് ഇവിടെ വലിയ തിയേറ്ററുകളൊന്നും കിട്ടാത്തത്, പ്രത്യേകിച്ച് ഉദയം കോംപ്ലക്സ് അതുപോലുള്ള തിയേറ്ററുകളൊന്നും കിട്ടാറില്ല. ഈവൻ മമ്മൂക്കയുടെ പടമൊക്കെ പണ്ട് നമ്മുടെ പഴശ്ശിരാജയൊക്കെ വന്നപ്പോൾ പോലും അത്ര വലിയ തിയേറ്ററൊന്നും അവിടെ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മലയാള പടം അവിടെ കയറിയിട്ട് ഈ മഞ്ജുമൽ ബോയ്സ് ഒക്കെ വേറെ ലെവലില് അവിടെ സ്ഥിരം വിക്രമിന്റെ പടങ്ങൾ മാത്രം ഓടിക്കൊണ്ട തിയേറ്ററിലടക്കം അത് കയറി കളിച്ചു കൊളുത്തി. അത് നമ്മൾ ആ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം മലയാളത്തിന്റെ ലെവൽ എന്താന്ന് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ മനസ്സിലാക്കിയത് ആ കൊറോണ സമയത്ത്. കാരണം എല്ലാവരും ഇരുന്ന് ഈ പടങ്ങൾ കണ്ടപ്പോഴാണ് മലയാള സിനിമയുടെ മഹത്വം മനസ്സിലായത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഇനി മലയാളം പടങ്ങൾ വളരെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള ഭാഷകൾ ഇൻവെസ്റ്റ് ചെയ്യണതിന്റെ 4 ഇൻവെസ്റ്റ് ചെയ്താൽ ഗംഭീര വിജയം കൊയ്യാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതുപോലുള്ള പടങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോ ഈ പറയുന്ന ഇപ്പൊ നമ്മുടെ പൊങ്കാലയ്ക്ക് വന്നാൽ തന്നെ ഇത് വെറുതെ ഒരു 11 അടി പണ്ട് നമ്മുടെ പടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ബാബുവാനിയുടെ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ 16 ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കാലത്ത് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അനിൽ ബാബുവിന്റെ ഒരു പടമുണ്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്, 16 ഫൈറ്റ് അതിനകത്ത്. അപ്പൊ അതുപോലെയുള്ള ഒരു ഇതല്ല ഇത്. പക്ഷെ ഇതൊരു ഈ കഥയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. എല്ലാം ഈ പറയുന്ന പോലെ അടിയും ഇടിയും ബഹളവും ഒക്കെ ആണെങ്കിലും അത് കഥയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് അതിൻ്റെതായ ചെലവുണ്ട്. പിന്നെ ഇപ്പൊ എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ ഇപ്പൊ ഫിസിക്സ് എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോടൊക്കെ ഇപ്പൊ പിടിച്ചു നിൽക്കണ്ടേ. ഇപ്പൊ ഈ പറയുന്ന ഹണീബി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എത്ര വർഷമായി? 10 വർഷം കഴിഞ്ഞല്ലേ? 10 അല്ലല്ലോ, 12 വർഷം കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം ഇനിയും അതുപോലെയൊക്കെ വരുമ്പോൾ ഇവരുടെ സഹോദരനായിട്ടോ
അല്ലെങ്കിൽ അപ്പനായിട്ട് അപ്പനായിട്ടോ ഒക്കെ ഇങ്ങനെ പോകണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ആഴ്ച ഒരു 5 ദിവസമെങ്കിലും എന്തെങ്കിലുമൊക്കെ കസരത്ത് കാണിച്ചില്ലെങ്കിൽ എനിക്കെന്തോ അസുഖം വന്ന പോലെ തോന്നും. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും. ബിനിൽ സാർ, പ്രതിസന്ധികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പ്രതിസന്ധികളിൽ താങ്കൾ എന്റെ ലക്ഷ്യം വേറെയാണ് എന്ന് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുണ്ട്. ഈ ട്രെയിലർ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഏത് ട്രെയിലർ? നമ്മുടെ പടത്തിന്റെ പൊങ്കാല ടീസർ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടോ? എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സാധനമല്ലേ, അപ്പൊ അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ അടുത്തടുത്ത് കണ്ടന്റുകൾ വിടുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട്. എങ്കിലും കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രാവശ്യം. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഏതായിരുന്നു ഈ സിനിമയുടെ പ്രീ ടു പോസ്റ്റ് ഇടയ്ക്കുള്ള ഏറ്റവും ടോപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൊമെന്റ്? 1. 2, ബാസി സാറിന്റെയോ ആരുടെയെങ്കിലും അഭിനയത്തിന്റെ ഇടയ്ക്ക് കട്ട് പറയാൻ മറന്നുപോയ നിമിഷം ഉണ്ടോ? മീൻസ് അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയി പോയ ഒരു നിമിഷം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശ്രീനാഥ് ബാസി ഭയങ്കര വൈബാണ്. അദ്ദേഹത്തിന്റെ സമർപ്പണം, ക്യാരക്ടറിനോടുള്ള ഡെഡിക്കേഷൻ, പെർഫോമൻസ് ഇൻക്രെഡിബിൾ. ഇറ്റ് വാസ് വെരി ഇൻക്രെഡിബിൾ പെർഫോമൻസ് വാസ് ദർ. താങ്ക് യു ശ്രീ. എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. കാരണം എനിക്ക് ശ്രീനാഥ് ബാസി എന്ന ആർട്ടിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിക്കണം കാണുമ്പോൾ ഞാൻ അതുകൊണ്ട് അപ്പൊ എന്റെ ക്യാരക്ടർ ഒന്നിൽ നിന്ന് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞു വന്നത് ശരി, ഞാൻ ഈ കഥ എഴുതുന്നത് ശ്രീനാഥ് ബാസി കണ്ടിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലവട്ടം. അപ്പോൾ ശ്രീ അത് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ക്യാരക്ടറായിട്ട് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് നിങ്ങൾ ചോദിച്ച ഏറ്റവും വലിയ മൊമെന്റ്. അതെനിക്ക് ഒരുപാട് സമയം അത് കിട്ടിയിട്ടുണ്ട്. കാരണം നേരത്തെ അത് ചോദിച്ചു, ഫിസിക്കലിനെ കുറിച്ച് ചോദിച്ചില്ലേ, ശ്രീനാഥ് ബാസി ഈസ് എ ജീനിയസ്, ഉറപ്പാണ്. അത് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ കണ്ടു, ഇത്ര വർഷത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബട്ട് എക്സ്പെഷ്യലി ഫ്രോം മൈ മൂവീസ്, മൈ എക്സ്പീരിയൻസ് ഐ ആം ടെല്ലിംഗ് ടു യു, ഈസ് എ വെരി ജീനിയസ് ആക്ടർ. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതില്ല, പുള്ളിക്ക് എൻ്റെ അടുത്ത് ഒന്ന് ഇങ്ങനെ ചോദിക്കാറുള്ളൂ, എന്താണ് ചെയ്യണേ, സംഭവം ഫൈറ്റിൻ്റെ മുമ്പ് ഇങ്ങനെ സംഭവം കഴിഞ്ഞു, പിന്നെ ഫുൾ ക്യാരക്ടറിലാണ്. അപ്പൊ നേരത്തെ ചോദിച്ചില്ല കട്ട് പറയുന്നത് പറഞ്ഞാൽ ഞാൻ കട്ട് പറയണ്ട, പുള്ളി എന്റെ കറക്റ്റായിട്ട് ഇറങ്ങി പോയിക്കോളാം. അത്രക്ക്. പിന്നെ എടുത്തു പറയേണ്ടത് ബാബുച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷണറി, ഒരുപാട് കാലങ്ങൾ കൊണ്ട് മാറ്റം വന്ന എന്താ പറയുക, ഒരു പ്രമുഖ, അല്ലെങ്കിൽ അഭിനയത്തിന്റെ ഒരു സീക്വൻസിന്റെ ഒരു ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഒന്ന് ചോദിക്കും, ഈ ഷോട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മറ്റേ ഷോട്ട് എങ്ങനെ എനിക്ക് കറക്റ്റ് ആവോ എന്ന് ചോദിക്കുന്ന അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്, നോളജ് ഉള്ള ഒരു എൻസൈക്ലോപീഡിയയാണ് ബാബുച്ചേട്ടൻ. ബാബുച്ചേട്ടനൊക്കെ ഭയങ്കര, നമുക്ക് വളരെ ഒരു ഭാഗ്യമാണ് നല്ല ഇങ്ങനൊരു ആക്ടർ നമുക്കുള്ളത്. സത്യം എനിക്ക് പറയാൻ വയ്യ, അതൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.